പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇഫ്താർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്നാക്സ് റെസിപ്പികളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 7 തരം സ്നാക്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്സുകളാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ റെസിപ്പി ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായിരിക്കും. ഇതിൽ ഏത് സ്നാക്സ് റെസിപ്പിയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റെസിപ്പി കാണാൻ പറ്റും. എല്ലാം മുഴുവനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ടു നോക്കുക. എല്ലാം നമുക്ക് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സുകളാണ്. ഇത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സുകളാണ്. പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് ഞാൻ ഇഫ്താർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ജ്യൂസിൻ്റെയും മിൽക്ക് ഷേക്കിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം. ഈ ഒരു ചൂട് കാലത്തും നോമ്പിൻ്റെ ക്ഷീണത്തിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കിൻ്റെയും ജ്യൂസിൻ്റെയൊക്കെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു കടായിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് 3 സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും 1/4 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എല്ലാം കൂടി ഈ ഒരു സവാളയുടെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മിക്സി ജാറിലോട്ട് 1 കപ്പ് മൈദയും 1 മുട്ടയും 1/4 ടീസ്പൂൺ വരെ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ റോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ ഒരു ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റായിട്ടുള്ള അളവിലായിക്കഴിഞ്ഞാൽ നല്ല തിക്നെസ്സിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റോള് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഫ്രൈ പാൻ ചൂടാവുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ ചെറിയ തവിക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ പാനിൽ നിന്ന് മാറ്റിയിട്ട് അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് ഉണ്ടാക്കിയിട്ട് അത് ചുറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുക്കുക. എന്നാലും നമുക്ക് ഈ ഒരു ചൂടോടുകൂടി തന്നെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ നന്നായിട്ട് ഒട്ടി നിന്നോളും. അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്ന് ചുറ്റിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ബാറ്റർ കറക്റ്റായിട്ടുള്ള അളവിലായിരിക്കണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അതിനുശേഷം നമുക്ക് വേണ്ടത് റസ്ക് പൊടി അല്ലെങ്കിൽ റൊട്ടി പൊടിച്ചതാണ്. ഞാനിപ്പോൾ റസ്ക് പൊടിയാണ് എടുത്തത്. ഇത് നമ്മൾ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റസ്ക് പൊടി ഉണ്ടാക്കിയെടുത്തത്. കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ട് അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുത്താൽ മതി. ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു റോളിൽ നന്നായിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം എഗ്ഗിൻ്റെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു റസ്ക് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ കൂടുതലായിട്ട് റോൾ ഉണ്ടാക്കിയിട്ട് റസ്ക് പൊടിയിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് ഒന്നിനൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നോമ്പ് 30 ദിവസവും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പരന്ന പാത്രത്തിൽ ഓയിൽ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു വശം ഒരു ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാനൊക്കെ പറ്റും. അധിക പേർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റിയിട്ട് ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ റോളിന് പകരം നമുക്ക് ബീഫിൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് ബീഫ് റോളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രെഡ് വെച്ചിട്ടും നമുക്കിതുപോലെ റോൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ബ്രെഡിനെക്കാളും ടേസ്റ്റ് ഈ ഒരു ദോശയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എഗ്ഗ് പഫ്സാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലുള്ള പഫ്സ് അല്ല. ഞാൻ ഈ ഒരു രീതിയിലാണ് പഫ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ചെറിയ സവാളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് 2 പച്ചമുളക് ക്രഷ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുത്തത്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ 3 മുട്ട വെച്ചിട്ടാണ് ഈ ഒരു പഫ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നോർമൽ വാട്ടറിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ മൈദയിലും നമുക്ക് ഡോ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇത് ഞാൻ 6 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ബോൾസാക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള ചപ്പാത്തി വേണം ഉണ്ടാക്കിയെടുക്കാൻ. കട്ടിയിലായിക്കഴിഞ്ഞാൽ നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് കട്ടി കൂടിപ്പോവും. അപ്പോൾ ഉൾവശം വേവില്ല. അതുകൊണ്ടാണ് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണമെന്ന് പറയുന്നത്. ഇനി ഓരോ ചപ്പാത്തിയും എടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് മസാല, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു പകുതി മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലും കുറച്ച് മസാല വെച്ച് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു ചപ്പാത്തി 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു ഭാഗം നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി മറ്റേ ഭാഗം ഇതിൻ്റെ ബാക്ക് വശത്തോട്ടേക്കാക്കിയിട്ടാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു എഗ്ഗ് പഫ്സ്, എഗ്ഗ് ബോക്സ് എന്നൊക്കെ ഇതിനെ പറയലുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കണമെന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. മറ്റേ ഭാഗം നേരെ ബാക്ക് വശത്തോട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് മൈദ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കിയെടുത്തത്.
ഇതുപോലെ മുഴുവനും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. 3 മുട്ട വെച്ചിട്ട് 6 പഫ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ നന്നായിട്ട് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് 2 or 3 ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അധികമായിട്ട് ഓയിലൊന്നും കുടിക്കൂല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇഫ്താറിന് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് പോളാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നല്ല സ്പൈസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വരെ കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, അതുപോലെ ഒരു 2 കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല തയ്യാറായി. നമ്മൾ സാധാരണ ബോണ്ടക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന മസാലയാണ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പ് പാലെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഈ ഒരു ബ്രെഡ് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ റസ്ക് പൊടിയിലൊക്കെ കോട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പുറമേ കാണുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഓരോ ബോളാക്കിയിട്ട് മസാല വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ കൂടുതലായിട്ട് മസാല ഉണ്ടാക്കിയെടുത്തത് വേറൊരു സ്നാക്സ് കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബ്രെഡ് ബോൾ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഒരു എഗ്ഗിൻ്റെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം റസ്ക് പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യാത്തതൊന്നും കാണില്ല. നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായിയിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റസ്ക് പൊടിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ മാത്രം ഓയിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഈ ഒരു ഓയിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം എടുത്താൽ മതിയേ. മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇതുപോലെ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്.
കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇതേ മസാല വെച്ചിട്ട് നമുക്ക് മറ്റൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. പൊട്ടാറ്റോ ബോണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്, പൊട്ടാറ്റോ ബോണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തത്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഓരോ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ബോളും എടുത്തിട്ട് ഈ ഒരു ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഒരു വശം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം കോരി മാറ്റിയിട്ട് അടുത്തത് കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബീഫിൻ്റെ സാൻഡ്വിച്ചാണ്. അതിനായിട്ട് കുറച്ച് ബീഫ് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. എല്ലാത്തിനും ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സാൻഡ്വിച്ച് മേക്കറിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. സാൻഡ്വിച്ച് മേക്കർ ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അടുത്തൊരു ബ്രെഡും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു ലൈറ്റ് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കിയിട്ട് എടുത്തു മാറ്റാം. ഇതൊക്കെ അധിക പേർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. ഇതുപോലെ സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഫ്രൈ പാനിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചും ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ഷവർമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് നമുക്കിതിനൊരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. ഫില്ലിംഗ് വേവിച്ചെടുക്കേണ്ട ഫില്ലിംഗ് അല്ല. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാബേജ്, 1 ക്യാപ്സിക്കം, 1 സവാള, അതേപോലെ തന്നെ 1 തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതുകൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഈ ഒരു ബൗൾ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ബൗൾ ചെറുതായതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുത്ത ബീഫാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 1 പിടി മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചേർക്കേണ്ടത് മയോണൈസാണ്. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ മയോണൈസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്
ചപ്പാത്തിക്കുള്ള മാവാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ചപ്പാത്തിയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഓരോ ചപ്പാത്തിയിലോട്ട് ഓരോ സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് കൂടി വെച്ച് കൊടുത്തിട്ട് മുകളിലോട്ട് 1 ബ്രെഡ് കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ചപ്പാത്തി ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കണം. ചപ്പാത്തി നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ചപ്പാത്തിയുടെ അത്രയും കനത്തിൽ ഉണ്ടാക്കിയെടുക്കരുത്. വളരെ തിന്നായിട്ട് നൈസായിട്ടുള്ള ചപ്പാത്തി വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ചപ്പാത്തി നൈസായിട്ട് തയ്യാറാക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ ബ്രെഡ് ബോക്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 കപ്പ് മിൽക്കിലോട്ട് 1 എഗ്ഗ് കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിലോട്ട് ഓരോ ബ്രെഡ് ബോക്സും ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡ് ബോക്സും ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായ ഓയിലിൽ 1-2 ഈ ഒരു ഷവർമ ബോക്സ് ഇട്ടിട്ട് നന്നായിട്ട് 2 വശവും നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചപ്പാത്തിയാണ്, ഇതൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് കട്ട് ചെയ്താൽ ഇതുപോലെയാണ് ഉണ്ടാവുക. കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മക്രൂണി വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. മക്രൂണി പോള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മക്രൂണി വെച്ചിട്ട് പല റെസിപ്പികളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മക്രൂണി പോള എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മക്രൂണി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായിലോട്ട് കുറച്ച് കൂടുതലായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മക്രൂണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ടൊരു 1/2 കപ്പ് മക്രൂണി ഇട്ട് കൊടുക്കാം. അത്രയും മതിയാവും, കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ആ സമയം കൊണ്ട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 മീഡിയം സൈസുള്ള സവാളയും അതുപോലെ 2 പച്ചമുളകും ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കൂടുതലായിട്ടൊന്നും വേണ്ട, കുറച്ച് മാത്രമേ നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം മാത്രം മതിയാവും. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വരെ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ കൂടുതലായിട്ടൊന്നും വേണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആദ്യമായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല പൗഡർ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേ സമയം നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിക്കുന്ന ടൈമിൽ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയും അതുപോലെ സവാളയൊക്കെ ഒന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലില്ലാത്ത കുറച്ച് ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം. ഇതേ സമയം നമ്മുടെ മക്രോണി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത് ഞാൻ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാലയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ഒരു കുഞ്ഞ് ജാർ എടുക്കുക. അതിലോട്ടൊരു 4 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ എഗ്ഗ് ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. വലിയ മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ അടിച്ചെടുത്ത എഗ്ഗിൻ്റെ ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രൂണി ഈ എഗ്ഗിൻ്റെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ മസാല കൂടി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാ സ്ഥലത്തും ഈ ബീഫും മക്രോണിയൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നോമ്പ് മുറിക്കുന്ന ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് തന്നെയാണ്. കാരണം അധികമായിട്ട് ഓയിലൊന്നും ഇതിലോട്ട് ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ സോസ് പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ വരെ ഗീ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീ കുറച്ച് മാത്രം മതിയാവും. ഈ പാനിലോട്ട് ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് നിരത്തി കൊടുക്കണം. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ പാനിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാൻ കൂടി വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പഴയ പാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വരാൻ വേണ്ടിയിട്ട് നമുക്കിത് വേറൊരു പാനിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പത്തിരി തവയിലോട്ടാണ് തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, അടിവശമൊന്നും ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മക്രൂണി പോളയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.